സ്കിപ്പ് ചെയ്യാതെ കാണണേ. കുറച്ച് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനുണ്ട്. നമ്മുടെ ഈ കേരളത്തിൽ നമ്മൾ കുറച്ച് പേരെ തിരഞ്ഞെടുത്ത് MLA മാരാക്കി വിടുന്നുണ്ട്. എന്തിനാണ് അവർ തിരഞ്ഞെടുക്കുന്നത്? കേരളത്തിലെ 3.5 കോടി ജനങ്ങളുണ്ട്. ആ 3.5 കോടി ജനങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ലാതെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട്, അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവരെ തിരഞ്ഞെടുത്ത് വിടുന്നത്. ആ സാഹചര്യങ്ങളിൽ നല്ല റോഡ് വരും, നല്ല വീട് വരും, നല്ല ചികിത്സ വരും, വസ്ത്രം വരും, ഭക്ഷണം വരും, എല്ലാം വരും. അതൊക്കെ കൃത്യമായി ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള ജനപ്രതിനിധികളാണ് MLA മാർ. അക്കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ? ഇനി ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ ആരാണവർ? അവർ ഈ പറഞ്ഞ പണി എടുക്കേണ്ടവർ. അതായത് ഈ സാധാരണക്കാരായ 3.5 കോടി ജനങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിലൊക്കെ സുഭിക്ഷമായി ജീവിക്കാനും അവരുടെ കാര്യങ്ങൾ നോക്കാനും തൊഴിലിടങ്ങളും മറ്റു രീതികളും എല്ലാം നേരെ നടക്കാൻ വേണ്ടി ഉള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ബാധ്യതപ്പെട്ട ഉദ്യോഗസ്ഥർ. അല്ലാതെ ഈ സാധാരണക്കാരെ ഭരിക്കാനുള്ള, അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടം അടിക്കാനുള്ള ഉദ്യോഗസ്ഥരല്ല. ഇന്ന് അങ്ങനെയാണ് കാണുന്നത്. അതവിടെ നിൽക്കട്ടെ. നമ്മൾ MLA മാരെ തിരഞ്ഞെടുത്ത് അങ്ങോട്ട് വിട്ടു. അവരിൽ നിന്ന് കുറച്ചു പേര് മന്ത്രിമാരായിട്ട് തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടിയാണ്? ഈ MLA മാരെല്ലാവരും കൂടെ ചേർന്നിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു നേതൃത്വം വേണം, ഒരു ചിട്ട വേണം. ആ ചിട്ടയ്ക്ക് വേണ്ടിയിട്ട് അതിൽ നിന്ന് ഒരു 10-15 പേരെ മാറ്റി നിർത്തിയിട്ട് അവരൊരാള് നേതാവായിട്ട് ബാക്കിയുള്ളവരെ അവർ സബായിട്ട് വെച്ചുകൊണ്ട് ഒരു മുഖ്യമന്ത്രി, മന്ത്രിമാരെന്നിങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടാക്കി. അവരാണ് ബാക്കിയുള്ള MLA മാരെ വെച്ച് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അവർ സ്വയം MLA മാരാണ്, ഒപ്പം അവർക്ക് കൂടുതൽ ചുമതലയുണ്ട്. ഇതാണല്ലോ കാര്യം. മുഖ്യമന്ത്രി, മന്ത്രിമാർ, MLA മാർ. സംഗതി ക്ലിയർ ആയില്ലേ? ഇനി എന്താണ് MLA മാരുടെ പണി? നേരത്തെ പറഞ്ഞ ഈ 3.5 കോടിയുടെ ജീവിതം, ആ ജീവിതം കൃത്യമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തലാണ്. ഉദ്യോഗസ്ഥന്മാരിത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, ജനങ്ങൾക്ക് സുഭിക്ഷമായിട്ട് ജീവിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തലാണ്. എന്താ മന്ത്രിമാരുടെ പണി? ഈ MLA മാർ കൊണ്ടുവരുന്ന ഓരോ പദ്ധതികൾ, ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ച് അത് മേഖലയിൽ ചുമതലപ്പെട്ട മന്ത്രിമാർ അവരുടെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കൃത്യമായി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഓരോ വകുപ്പിനും ഓരോ മന്ത്രിമാരാകുമ്പോൾ മുഴുവൻ കയറി അള്ളേണ്ട ആവശ്യമില്ല. ഓരോ വകുപ്പ് നോക്കിയാൽ മതി. എന്തിനാണ് മുഖ്യമന്ത്രി? ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ. അപ്പോൾ നമ്മൾ നിയമസഭയിൽ എന്തൊക്കെയാണ് സംസാരിക്കേണ്ടത്? ഒരു സ്ഥലത്ത് നല്ല റോഡില്ല, അപ്പോൾ ആ റോഡിന് എങ്ങനെ വേണം, അതിന്റെ ചാൽ എങ്ങനെ വേണം, അവിടെ മറ്റെന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ ഭാവിയിൽ വരാനുണ്ടോ, അങ്ങനെയാണെങ്കിൽ ആ റോഡ് ഏത് വിധത്തിൽ ചെയ്യണം എന്നുള്ള ചർച്ചയാണ് അവിടെ നടക്കേണ്ടത്. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആരോഗ്യരംഗത്തെക്കുറിച്ച് ചർച്ച വരുന്നു. രോഗമില്ലാത്ത അവസ്ഥയിൽ ഇവിടെ എങ്ങനെ ജനങ്ങൾ ജീവിക്കും, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അവരെങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്? ഇനി അഥവാ രോഗം വന്നാൽ നമുക്കിവിടെ ആവശ്യത്തിന് ആശുപത്രികളുണ്ടോ, മരുന്നുകളുണ്ടോ, അതിന് സർക്കാർ സംവിധാനങ്ങളുണ്ടോ, സർക്കാർ സംവിധാനങ്ങളിൽ എന്തൊക്കെയാണ് നിലവിലുള്ളത്, എന്തൊക്കെയാണ് ജനങ്ങൾക്ക് സൗജന്യമായി അനുഭവിക്കാൻ പറ്റുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ നിയമസഭയിൽ ചർച്ച ചെയ്യേണ്ടത്. ഇനി മറ്റ് ഗതാഗത സംവിധാനങ്ങൾ, പൊതുഗതാഗത സംവിധാനം, ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് KSRTC ആണല്ലോ. KSRTC കുറിച്ച് അവിടെ ചർച്ച ചെയ്യേണ്ടത് എന്താണ്? എത്ര സർവീസുകൾ ഇവിടെ ഉണ്ട്, ആ സർവീസുകൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടോ, ഏതൊക്കെ മേഖലയിലാണ് ജനങ്ങൾ ബുദ്ധിമുട്ടുന്നത്, സമയം മാറ്റേണ്ടതുണ്ടോ? ഇനി ഖജനാവിലേക്കുള്ള വരുമാനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായി നമുക്ക് നികുതി തരാനുള്ള എത്ര സ്ഥാപനങ്ങളുടെ ഉണ്ട്. അപ്പോൾ നികുതി നമുക്ക് തികയുന്നില്ല. വരുവുക ചെലവുക നോക്കുമ്പോൾ കമ്മിക വരികയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, കമ്മിക മാറ്റണം, നമുക്ക് തുക എന്ന് കൂട്ടണം. അപ്പോൾ കുറച്ച് വ്യവസായ സ്ഥാപനങ്ങൾ വരട്ടെ, അപ്പോൾ അവർക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതുപോലെ മറ്റ് കച്ചവട സ്ഥാപനങ്ങൾ അത് വീണ്ടും അനുവദിക്കുക. ഇനി അവർക്ക് എന്തെങ്കിലും പോരായ്മയോ പ്രശ്നങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കുക. അതിന് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ വിലങ്ങ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ തൂക്കിയെറിഞ്ഞിട്ട് വേറെ ആൾക്കാരെ നിയമിക്കുക. ഇങ്ങനെ എല്ലാ മേഖലയിലും ഒന്ന് ആഞ്ഞു പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ ഖജനാവിലേക്ക് ഫണ്ട് നിറയും. ആ ഫണ്ട് എടുത്തുകൊണ്ട് സേവന മേഖല കൊണ്ടുപോകാം. KSRTC, ഈ പൊതു ആരോഗ്യ മേഖല, ഇങ്ങനെയുള്ള മേഖല, വിദ്യാഭ്യാസ മേഖല, ഇതൊക്കെ ആ ഫണ്ട് എടുത്തുകൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ കൃത്യമായി കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മന്ത്രിസഭ എന്ന് പറയുന്നത്. മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും അത് ജനങ്ങളിലേക്ക് വികേന്ദ്രീകരിച്ചെത്താൻ വേണ്ടിയിട്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, പിന്നെ മെമ്പർമാർ, ഇങ്ങനെ പല മേഖലകളിലായിട്ട് ആൾക്കാരുമുണ്ട്. ഈ ഒരു സിസ്റ്റം ഇവിടെ നിലവിലുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ നിയമസഭയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ്? പിണറായി വിജയന്റെ മകൾക്ക് 1,72,00,000 എങ്ങനെ വന്നു, അതെന്തിനു വന്നു, ഏതിലെ വന്നു? അതായത് ഇത്തരം കാര്യങ്ങൾക്ക് ചർച്ച ചെയ്യാൻ ദിവസങ്ങളും മാസങ്ങളും ചെലവഴിക്കുകയാണ്. അതായത് മന്ത്രിമാരുടെ അഴിമതി, മന്ത്രിമാരുടെ കൊള്ള, മന്ത്രിമാരുടെ ധൂർത്ത്, ഇതിനൊക്കെ വേണ്ടിയിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി നിയമസഭ ഉപയോഗിക്കുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ കൂടിയാണ് അവർ നിയമസഭയുടെ ഉള്ളിലിരുന്നിട്ട് അവിടെ പാർട്ടികൾ പരസ്പരം തല്ലുകൂടുന്നു. ഞാൻ ചോദിക്കട്ടെ, അത്തരം കാര്യങ്ങളും പാർട്ടിയിലുള്ള വെല്ലുവിളികളും പാർട്ടി ഓഫീസിന്റെ തറക്കല്ല് മാന്തലും ഒക്കെയാണോ നിയമസഭയിൽ നടക്കേണ്ടത്? നിയമസഭയ്ക്കുള്ളിൽ നടക്കേണ്ടത് ഈ ജനങ്ങളുടെ സ്വൈര ജീവിതത്തിന്, സമാധാനപൂർണ്ണ ജീവിതത്തിന്, സംതൃപ്തമായ ജീവിതത്തിന് എന്തൊക്കെയാണ് കുറവുള്ളത്, ആ മേഖല എങ്ങനെ പരിഹരിക്കാം എന്നതിനെ കുറിച്ചുള്ള ചർച്ചയല്ലേ അവിടെ നടക്കേണ്ടത്.
പിണറായി വിജയന്റെ 1,72,00,000 കഥയുണ്ടെങ്കിൽ അത് നേരെ ഒരു കേസ് കൊടുത്ത് അത് അന്വേഷിച്ച് അവരെ ശിക്ഷിക്കട്ടെ, ആ നിലയ്ക്ക് പോകുക. അത് നിയമസഭയ്ക്കുള്ളിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ചോദിക്കുന്നത് പിണറായിക്കെതിരെ ആരോപണം ഉന്നയിക്കേണ്ടതുണ്ടോ എന്നല്ല. അത്തരം ഒരു കേസ് ഉരുത്തിരിഞ്ഞ് വരുമ്പോൾ പെരിയെ രാജിവെച്ചിട്ട് ഇറങ്ങി നിന്ന് അടുത്ത ആൾക്ക് ഭരണം കൊടുക്കണം. അതാണ് വേണ്ടത്. അങ്ങനെ മാറി നിൽക്കുമ്പോൾ ഇത് നിയമസഭയ്ക്കുള്ളിൽ ചർച്ച വരില്ല. നിയമസഭയുടെ ഉള്ളിൽ ചർച്ച നടക്കേണ്ടത് ഈ 3.5 കോടി എങ്ങനെ ജീവിക്കണം എന്നതിനെ കുറിച്ചാണ്. ആ 3.5 കോടിയിൽ എത്ര എണ്ണത്തിന് നമ്മുടെ സേവനങ്ങൾ ആവശ്യമുണ്ട്, അവർക്കുള്ള ജീവിതത്തിന്, സ്വൈര ജീവിതത്തിന് എന്തെങ്കിലും കുറവുകളുണ്ടോ, ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം എന്നതിനെ കുറിച്ചാണ്. അതാണ് നിയമസഭയുടെ ഉള്ളിൽ സംസാരിക്കേണ്ടത്. അതിലെന്തെങ്കിലും നിയമങ്ങളോ മറ്റു കാര്യങ്ങളോ മാറ്റേണ്ടി വന്നാൽ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് അവിടെ നടപടി എടുക്കേണ്ടത്. അതിൽ ആരെങ്കിലും തടസ്സം നിന്ന് കഴിഞ്ഞാൽ ആ തടസ്സം പരിഹരിക്കാനാണ് അവർ ശ്രമിക്കേണ്ടത്. അല്ലാതെ ഇത്തരത്തിലുള്ള വ്യക്തിവിരോധങ്ങളും ഈ തമ്മിൽ തല്ലും തീർക്കാനുള്ള ഒരു ഇടമല്ല നിയമസഭ. എടുത്തു നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ കൂടുതൽ നടക്കുന്നത്. ഇവരെ ജനപ്രതിനിധികളാക്കി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതിയ കുറെ മണ്ട ശിരോമണികളായിപ്പോയി ഇവിടുത്തെ ജനങ്ങൾ. അഥവാ ആ ജനങ്ങളെ മണ്ടന്മാരും കഴുതുകളും കോവർ കഴുതുകളും ആക്കിയിട്ടേക്കാണ്. കാര്യം വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ട ജന്മങ്ങളാക്കി. അവരുടെ കാര്യം ശബ്ദിക്കാൻ വേണ്ടി നിയമസഭയ്ക്കകത്ത് അവർക്ക് സമയമില്ല. അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ ഇവിടെ ആരുമില്ല. ഒരു പിണറായി വിജയനുണ്ട് മുഖ്യമന്ത്രി, കുറെ മന്ത്രിമാരും ഉണ്ട്. എല്ലാം കൂടെ ഒരു ബസ്സിൽ കെട്ടി എഴുന്നള്ളിച്ച് നവകേരള ധൂർത്ത് എന്ന് പറഞ്ഞ പരിപാടിയിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടന്നു. എന്നിട്ട് അതിലേതെങ്കിലും ഒരു പ്രതിനിധിക്ക് അതത് മണ്ഡലങ്ങളിൽ സാധാരണക്കാരെ കാണാൻ സമയമില്ലായിരുന്നു. അവര് കണ്ടത് മുഴുവൻ പൗരപ്രമുഖരെ, കാശുള്ളവരെ, അവരുടെ പണമുണ്ടെങ്കിലേ പിന്നീട് അവർക്ക് നിലനിൽക്കാൻ പറ്റൂ. ഖജനാവ് മുഴുവൻ കൊള്ളയടിച്ച് കഴിഞ്ഞല്ലോ. ഇന്ന് വീണ ജോർജ് പറയുന്നത് കേട്ടു, കേന്ദ്രം കൊടുത്തില്ല പണം എന്നുള്ളത്. ഈ ഖജനാവിൽ ആവശ്യത്തിന് പണമുണ്ട്, ഇഷ്ടം പോലെ പണമുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പണമില്ല. ധൂർത്തിന്, മന്ത്രിമാരുടെ ധൂർത്തിന്, അവരുടെ കുതിരകളിക്ക് ഒക്കെ പണമുണ്ട്.